സൂരജ് ജന്മം കൊണ്ട് എറണാകുളംകാരനാണ്, പക്ഷെ കർമ്മം കൊണ്ട് തൃശ്ശൂർക്കാരനാണ്. അവരുടെ പ്രിയപ്പെട്ട ജയേട്ടനാണ്. എങ്ങനെയാണ് വിട നൽകുന്നത് തൃശ്ശൂർ? അനുജ, തീർച്ചയായും ജന്മം കൊണ്ട് എറണാകുളംകാരനാണെങ്കിലും തൃശ്ശൂരുകാരെ സംബന്ധിച്ച് അവരുടെ പ്രിയപ്പെട്ടവനാണ്. ഇരിങ്ങാലക്കുടക്കാർ പറയുന്നത് ഇരിങ്ങാലക്കുടക്കാരനാണ്, പക്ഷേ ഏറെക്കാലമായി പൂങ്കുന്നത്താണ് താമസം. അതുകൊണ്ട് തന്നെ പൂങ്കുന്നത്തുകാരെ സംബന്ധിച്ചും പ്രിയപ്പെട്ടതാണ്. തൃശ്ശൂരിൻ്റെ ഏത് സാംസ്കാരിക പരിപാടി എടുത്താലും അവിടെയെല്ലാം പി ജയചന്ദ്രൻ്റെ സാന്നിധ്യം എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിടവാങ്ങൽ ഇവരെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂർ ജനത അടയാളപ്പെടുത്തുന്നത്. അത് തന്നെയാണ് ഇന്ന് നമ്മൾ വീട്ടിൽ പൊതുദർശനം നടന്നപ്പോൾ അവിടെയാണെങ്കിലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന റീജിയണൽ തിയേറ്ററിലാണെങ്കിൽ പോലും നമുക്ക് പ്രകടമായത് അത്തരത്തിലുള്ള ഒരു സ്നേഹം തന്നെയായിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് രണ്ടിടങ്ങളിലേക്കും ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. രണ്ടിടങ്ങളിലേക്കും നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അല്പം മുമ്പാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റീജിയണൽ തിയേറ്ററിലെ പൊതുദർശനം അവസാനിപ്പിച്ച ഈ വീട്ടിലേക്ക് മൃതദേഹം മാറ്റിയത്. ആ സമയത്തും റീജിയണൽ തിയേറ്ററിൽ കാണുന്നതിന് വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കെല്ലാവർക്കും തന്നെ ഇനി വീട്ടിൽ ഈ പൊതുദർശനം ഉണ്ടാകും. അവിടെ എത്തി ഈ ജയേന്ദ്രനെ കാണുന്നതിനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി വീട്ടിലായിരിക്കും പൊതുദർശനം ഉൾപ്പെടെ തുടരുക. നാളെ രാവിലെ 8:30-ക്കായിരിക്കും ചേന്നമംഗലത്തെ തറവാട്ട് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക എന്നുള്ളതാണ് നിലവിൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതുവരെ ഇവിടെ ഈ നിലവിൽ പൂങ്കുന്നത്തെ വീട്ടിൽ തന്നെ തുടരുകയും ചെയ്യും. ഈ അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു സ്നേഹവായ്പ അത് എല്ലാ മേഖലയിൽ നിന്നും പ്രകടമാകുന്നതാണ് കണ്ടത്. ഇവിടെ ഈ റീജിയണൽ തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളടക്കം പ്ലേ ചെയ്തുകൊണ്ടാണ്. അത് നമ്മൾ കേട്ടുമറന്ന ഒട്ടേറെ പാട്ടുകൾ, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്ന പാട്ടുകളുണ്ട്. അത്രമാത്രം നമുക്ക് സുപരിചിതമായ വരികൾ, അതോടൊപ്പം തന്നെ ശബ്ദം, അങ്ങനെ എല്ലാം കൊണ്ടും തീർത്തും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ചുറ്റുപാടിലായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് എന്നുള്ളതാണ്. ഈ ഒട്ടേറെ ആളുകൾ ഇവിടെ നിന്ന് അദ്ദേഹത്തെ കണ്ടതിന് ശേഷം കണ്ണീരണിഞ്ഞുകൊണ്ട് ഈറനണിഞ്ഞുകൊണ്ട് പോകുന്നതാണ് കണ്ടത്. അവർക്കെല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ഈ പാട്ടിനെ പറ്റിയും അദ്ദേഹവുമായി ഉണ്ടായിരുന്ന ഇടപഴകിയ നിമിഷങ്ങളെപ്പറ്റിയുമായിരുന്നു. പൂങ്കുന്നത്ത് ഇന്ന് വീട്ടിൽ പൊതുദർശനം നടക്കുന്ന സമയത്തെല്ലാം നമ്മൾ കണ്ടതും അതായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അദ്ദേഹം മരണം സംഭവിക്കുന്നതിന് മുൻപ് പോലും ഉച്ചയ്ക്ക് ശേഷമൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി സംസാരിച്ചതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇദ്ദേഹം ഈ വൈകുന്നേരങ്ങളിൽ നടക്കാനിറങ്ങുന്ന ഒരു പതിവ് കാഴ്ചയാണ്. ഈ നടക്കാനിറങ്ങുന്ന സമയത്ത് അവിടെയുള്ളവരുമായി സംസാരിക്കും, സാധാരണക്കാർക്ക് പാട്ടുകൾ പാടിക്കൊടുക്കും, അവരുമായി പാട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യും. ഒരു പാട്ടിൻ്റെ 2 വരി പാടിക്കൊടുത്തതിന് ശേഷം ഈ പാട്ട് എഴുതിയത് ആരാണ് എന്ന കുസൃതി ചോദ്യം അദ്ദേഹം ചോദിക്കും. പലരും ഇതിന് ശരി ഉത്തരം പറയും. തെറ്റായ ഉത്തരം പറയുന്നവരോട് പിണങ്ങിക്കൊണ്ട് ആ തെറ്റ് തിരുത്തുന്ന അവരുടെ എല്ലാം പ്രിയപ്പെട്ട ജയേട്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഈ വിടവാങ്ങൽ താങ്ങാൻ കഴിയുന്നതല്ല. നിനച്ചിരിക്കാതെ ഇരിക്കുന്ന സമയത്ത്, ഒട്ടും നിനച്ചിരിക്കുന്ന സമയത്തല്ല അദ്ദേഹത്തിൻ്റെ ജീവൻ കവരുന്നത്, കാലം കവരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ രോഗബാധിതനായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്നൊരു വിയോഗം എന്നുള്ളത് ആർക്കും, ഒരു മലയാളിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നതാണ്. റീജിയണൽ തിയേറ്ററിൽ തന്നെ എസ് വിജയകുമാർ കൂടിയുണ്ട്. വിജയകുമാർ, അങ്ങോട്ടേക്ക് ഒട്ടേറെ പേർ എത്തുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ശ്രീകുമാരൻ തമ്പിയെ പോലെയുള്ള മുതിർന്ന ആളുകൾ, പ്രതിഭാധനരായ ആളുകളൊക്കെ എത്തുന്നു. വളരെ വികാരനിർഭരമായൊരു യാത്രയയപ്പ് അദ്ദേഹത്തിന് നൽകുകയാണ്. ശ്രീകുമാരൻ തമ്പി ഇന്നലെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ ഗാനങ്ങൾക്ക് ശബ്ദം നൽകിയ പ്രിയപ്പെട്ട ഗായകൻ അനിയനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ തരത്തിലേക്ക് എന്തൊക്കെയാണ് നമുക്കവിടെ ആ തരത്തിൽ കാണാൻ കഴിഞ്ഞത്? ഇനിയിപ്പോൾ വസതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ വീണ്ടും പൊതുദർശനത്തിനുള്ള അവസരമുണ്ടോ? അനുജ, ഇവിടെ നമ്മൾ ലളിതകലാ അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിൽ കണ്ടത് സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയായിരുന്നു. ജയചന്ദ്രൻ എന്ന മഹാപ്രതിഭയെ ഇഷ്ടപ്പെടുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി അദ്ദേഹത്തിൻ്റെ ആരാധകർ ഒരു ഭാഗത്ത്, നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, സഹോദര തുല്യരായ ആളുകൾ, കലാമണ്ഡലം ഗോപി ആശാനെ പോലെ കലയുടെ ഔന്നത്യങ്ങളിലെത്തിയ ആളുകൾ എന്ന് വേണ്ട നമ്മൾ സാംസ്കാരിക കലാ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഇവിടെ കണ്ടത്. രാഷ്ട്രീയ രംഗത്താണെങ്കിൽ രമേശ് ചെന്നിത്തല പോലെയൊക്കെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മന്ത്രി കെ രാജൻ, അങ്ങനെ മന്ത്രിമാരെ, ജനപ്രതിനിധികൾ അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ ഇവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാൽ മുഖരിതമായ അദ്ദേഹത്തിൻ്റെ 16,000 ഗാനങ്ങളാണ് അദ്ദേഹം ആലോപിച്ചത്. അതിൽ തന്നെ നമ്മൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു പിടി ഗാനങ്ങൾ, അത് എണ്ണിത്തീരാൻ കഴിയാത്തത്ര ഗാനങ്ങളുണ്ട്. അത്തരം ഗാനങ്ങളാൽ മുഖരിതമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിന് വെച്ചത്. തൃശ്ശൂരിൻ്റെ പരിച്ഛേദം എന്ന് നമുക്ക് പറയാം. അവർ അന്തിമോപചാരം അർപ്പിക്കാൻ തൃശ്ശൂരിൻ്റെ പൗരാവലി ഇവിടേക്ക് എത്തി. അതുകൂടാതെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇവിടെ എത്തി. അവരോടൊക്കെ അശ്രുപൂജകൾ ഏറ്റുവാങ്ങിയാണ് പ്രിയപ്പെട്ട ജയേട്ടൻ എന്ന അവരുടെ എക്കാലത്തെയും മഹാനായ ഗായകൻ, കലാകാരൻ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് ഇതാ മടങ്ങാനൊരുങ്ങുന്നത്. പൂങ്കുന്നത്തെ
അദ്ദേഹത്തിൻ്റെ ഭാര്യ വസതിയിലേക്കാണ് ഭൗതിക ശരീരം ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ കുടുംബാംഗങ്ങൾക്ക് നേരത്തെ കുടുംബാംഗങ്ങൾ അവരുടെ സ്വകാര്യമായ കുറച്ച് മണിക്കൂറുകൾ അവർക്ക് വിട്ടു നൽകണമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ സ്നേഹസമ്പന്നരായ നാട്ടുകാർ അവിടെ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് രാവിലെ മുതൽ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അവരെ കൊണ്ട് പൂങ്കുന്നത്തെ ആ വഴി ആകെ നിറഞ്ഞ് കവിഞ്ഞിരുന്നു. അവരുടെ സ്നേഹ നിർബന്ധങ്ങൾക്ക് വഴങ്ങാതെ കുടുംബാംഗങ്ങൾക്ക് പോലും വഴിയില്ല എന്നായിരുന്നു. അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം കൊടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും പൂങ്കുന്നത്തെ ആ വീടിൻ്റെ ഉമ്മറത്തേക്കാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. നാളെ രാവിലെ ഇവിടെ നിന്ന് സംസ്കാരത്തിനായി പാലിയത്തേക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകും. വൈകിട്ടാണ് സംസ്കാരം. അതുവരെ പൂങ്കുന്നത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിക്കും. ഇനി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ എത്തി അദ്ദേഹത്തെ അവസാനമായി കാണാവുന്നതാണ്. ഭൗതികമായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞുവെങ്കിലും അദ്ദേഹം ആലപിച്ച, നമ്മൾ ഹൃദയം കൊണ്ട് കേട്ട, സാധാരണ നമ്മൾ കാതുകൾ കൊണ്ടാണ് സംഗീതം കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഹൃദയം കൊണ്ടാണ് പി ജയചന്ദ്രൻ എന്ന നമ്മളുടെ പ്രിയപ്പെട്ട ജയേട്ടൻ്റെ പാട്ടുകൾ കേട്ടത്. അതുകൊണ്ടാണ് അതിന് ആകാശം മുട്ടുന്ന ഔന്നിത്യവും നമ്മളുടെ മനം കവരുന്ന സൗന്ദര്യവും നമ്മളുടെ ഹൃദയങ്ങളെ കീഴടക്കുന്ന സ്വര മാധുര്യവും ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഹൃദയം കൊണ്ട് കേട്ട, ഹൃദയം കൊണ്ട് കീഴടങ്ങിയ, ഹൃദയം കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ട ആ പാട്ടുകളാണ് നമ്മളുടെ മനസ്സിൽ ഇനി ബാക്കിയുള്ളത്. അതാണ് ആ ഓർമ്മകൾ ചിരഞ്ജീവിയായി നമ്മളുടെ കൂടെ ഉണ്ടാവുന്നത്. നേരത്തെ ജയരാജ് വാര്യരൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യമേ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തും മരിക്കാത്ത മലയാളവും മലയാളിയും ഉള്ളിടത്തോളം കാലം നമ്മളുടെ കാതുകളിലൂടെ, ഹൃദയങ്ങളിലൂടെ അത് കേട്ട് നമ്മൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറിപ്പോകുന്ന ഗാനശകലങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ഓരോ ദിവസവും മലയാളിയുടെ ഒരു ശരാശരി മലയാളിയുടെ ഒരു ജീവിതത്തിൽ എന്നും അദ്ദേഹത്തിൻ്റെ സ്വരമാധുരി ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മളത് ഇപ്പോൾ അദ്ദേഹം മരിച്ചപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ പാട്ട് കേൾക്കാത്ത, ഈ വരികൾ കേൾക്കാത്ത, ഈ വരികൾ മൂളാത്ത ദിവസം നമ്മൾക്കില്ലല്ലോ എന്ന് നമ്മൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഭൗതിക സാന്നിധ്യം മറഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്. അതുകൊണ്ട് നമ്മളുടെ എക്കാലത്തും നമ്മളുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തോടൊപ്പം ആ പാട്ടുകൾ, ആ ശകലങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രമാണ് ഇനി ബാക്കിയാകുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ. അദ്ദേഹം പാടിവെച്ച ആ പാട്ടുകളുടെ മനോഹാരിതയാണ്, ആ ഭാവഗാനങ്ങളുടെ സൗന്ദര്യമാണ് നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കാമുക ശബ്ദങ്ങളിൽ പാടിയ പാട്ടുകൾ, ഭക്തിയുടെ രസങ്ങളിൽ പാടിയ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ആർദ്രമായ വാത്സല്യം, ആ ഗാനങ്ങളിലൂടെ അദ്ദേഹം എന്നും നമുക്കൊപ്പം തന്നെ നിലനിൽക്കും എന്നതാണ്. നമ്മളെ കമന്റ് ബോക്സിലൊക്കെ ഒട്ടേറെ പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്, അനുസ്മരണങ്ങൾ അർപ്പിക്കുന്നു.